ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്കൊരു മീൻകറിയൊക്കെ വെക്കാം. അപ്പോൾ വൈകിട്ട് ഏട്ടനും ജോലി കഴിഞ്ഞ് വന്നപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഇന്ന് കുറച്ച് നേരത്തെ ജോലിയുള്ളായിരുന്നു, ഉച്ചവരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പം വന്നപ്പം കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്തൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും ഉലുവായും ഒക്കെ ഇട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ടു, ചുമന്നുള്ളി ഇട്ടു. ഇന്നലത്തെ മീൻകറിക്ക് നമുക്കിതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇഞ്ചി ഇട്ടു, പിന്നെ അതിന് ശേഷം തക്കാളിപ്പഴം ഇട്ടു, പച്ചമുളക്, ഇതെല്ലാം കൂടി ഇട്ട് ഇളക്കി ഒരുവിധം പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അരപ്പൊക്കെ ഒന്ന് വാട്ടി എടുത്തതിന് ശേഷം അപ്പം ഞാൻ ഇതിനിടയ്ക്ക് ഇച്ചിരി കല്ലുപ്പ് ഇട്ട് കൊടുത്തത് ഒന്ന് വാടി കിട്ടാനായിട്ട്. പിന്നെയാണ് പൊടികളൊക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ നമ്മൾ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് അരപ്പൊക്കെ ഒന്ന് വേവിച്ചിട്ട് പിന്നെയാണ് ഇച്ചിരി ഏറെ വെള്ളം ഒഴിച്ച് വെച്ച് അങ്ങനെ അരപ്പൊക്കെ തിളച്ച് കഴിഞ്ഞ് മീൻ കഷ്ണങ്ങളും പറക്കിയൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ ഒരു പയറ് മെഴുക്കുവരട്ടി വെച്ചു. അപ്പം ഞാൻ വീഡിയോ എടുത്ത കൂട്ടത്തിനിടയ്ക്ക് വേറെ 2 കൂട്ടം കറിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ ഏട്ടൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഏട്ടൻ ഈ ഫോണിലെന്തോ കോമഡിയോ അങ്ങനെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരുന്നു. അതുകൊണ്ട് വീഡിയോ എടുപ്പോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല കൂട്ടുകാരെ. കുറച്ചൊക്കെ വീഡിയോ ഉള്ളായിരുന്നു. പിന്നെ നമ്മുടെ കൊച്ചുമോൻ്റെ അരഞ്ഞാണത്തിൻ്റെ മോഡൽ അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നാളെ പറഞ്ഞു അരഞ്ഞാണക്കെട്ടിൻ്റെ വീഡിയോ നമ്മുടെ കയ്യിലില്ല, പിന്നെ അരഞ്ഞാണത്തിൻ്റെ മോഡൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇവിടെ ഇല്ല കൂട്ടുകാരെ, അവൻ്റെ അമ്മ വീട്ടിലാണ്. അപ്പോൾ അവന് ഇനി വരുന്ന ദിവസമേ എനിക്കത് എടുത്തു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ കൂട്ടുകാർ എന്നോടൊന്ന് ക്ഷമിക്കണം. കാരണം കുഞ്ഞിവിടെ ഇല്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ അരിഞ്ഞാണ മോഡൽ എടുക്കാൻ പറ്റും. പിന്നെ അവൻ്റെ അമ്മയുടെ അടുത്ത് ഇന്നലെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളും ജോലിക്കൊക്കെ പോയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് തന്നെയല്ല, ഞായറാഴ്ച അവിടെ ഒരു ചെറിയ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇച്ചിരി തിരക്കാണ് അവൾക്കും. അതായത് ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആങ്ങളുടെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ അവിടെയും വേറെ ആരുമില്ല, അവിടെ അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഓട്ടങ്ങളും കാര്യങ്ങളും ജോലി കഴിഞ്ഞ് വന്നുള്ള കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ അവൾക്കും ചിലപ്പോൾ എപ്പോഴും സമയം കിട്ടിയെന്ന് വരത്തില്ല. എന്തായാലും കുഞ്ഞ് വരുമ്പോൾ ഞാൻ കുഞ്ഞിൻ്റെ അരിഞ്ഞാണത്തിൻ്റെ മോഡൽ വീഡിയോ കാണിക്കാം കൂട്ടുകാരെ. പിന്നെ ഞാൻ കുറച്ച് ചേമ്പിരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് പുഴുങ്ങി. അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ വെന്തു. അപ്പം ഞാൻ മാത്രമായിട്ട് ഇച്ചിരി ചേമ്പ് പുഴുങ്ങിയതും മീൻകറിയും കൂടെ എടുത്ത് കഴിച്ചു. ഏട്ടൻ്റെ മക്കളുമൊക്കെ പിന്നാണ് ആഹാരം കഴിച്ചത്. ഞാൻ മാത്രമേ അന്നേരം കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ അവരത്താഴം കഴിച്ചപ്പോൾ അവരോട് ഞാനും കഴിച്ചേ കുറച്ച് ചോറ്. ചേമ്പ് പുഴുങ്ങിയത് അതിന് മുമ്പേ ഞാൻ ഇച്ചിരി എടുത്ത് കഴിച്ചായിരുന്നു. ചെറിയ ചേമ്പ് പുഴുങ്ങിയത് ഇച്ചിരി ഉള്ളായിരുന്നു, പച്ചക്കറിക്കകത്ത് കിട്ടുന്നത്, അതങ്ങനെ എടുത്ത് പുഴുങ്ങിയതാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് കുഞ്ഞുങ്ങൾ അത്താഴമൊക്കെ വിളമ്പി കഴിക്കാനായിട്ട്. അപ്പോൾ ചക്കമോട് അച്ഛനങ്ങ് അവരുടെ വീട്ടിലോട്ട് പോയി. അവന് പനിയായി തുടങ്ങിയിട്ടുണ്ടെന്തോ, പിന്നെ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങളെ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് ഇച്ചിരി ചിക്കൻ ഉണ്ടായിരുന്നു, അത് വറുത്തു. പിന്നെ വൻപയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഏട്ടനും മോനും ഒക്കെ കഴിക്കാനൊക്കെ ഉണ്ട്, അവരെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തിരയുന്നത് എന്താണെന്നറിയോ, ചിക്കനകത്തിലെ എല്ലിനാണ് ഇവിടെ അടി നടക്കുന്നത് മൊത്തം. എല്ലാവർക്കും എല്ല് വേണമെന്നും പറഞ്ഞിട്ടുണ്ടാവും ബഹളം. അപ്പോൾ എല്ലെടുക്കുന്നതിന് അവളൊരു കോണിക്കൂടെ, ഏട്ടനൊരു കോണിക്കൂടെ, മോനൊരു കോണിക്കൂടെ, അങ്ങനെ അവർ മേളം. അങ്ങനെ അവരും അത്താഴം വിളമ്പി, ഞാനും മാറിയിരുന്ന് അത്താഴം കഴിച്ചു. അവരും അവിടെ ഇരുന്ന് കഴിച്ചു. അവർ രണ്ടാൾ ഇന്ന് വാവാച്ചിയുടെ സ്ഥലത്ത് ഞാനും ഏട്ടനും കയറിയിരുന്നു. അത് കാരണം വാവാച്ചി പിന്നെ ആങ്ങളോട് കൂടെ അവിടെ പോയിരുന്നു. പെരയിൽ അപ്പുറത്ത് 3-4 മുറി അങ്ങനെ കിടക്കും, അതിനകത്ത് ആരും പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരെ.